അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം 10ഓളം ഉസ്താദുമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത്. ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്ക വിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വചനങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ, ചരിത്രങ്ങൾ, തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ, ഫിഖ്ഹിയായ മസ്അലകൾ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിന് നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തർക്ക വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദുമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന 5-8 പേര്, പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത്. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഇതൊരു സ്വാലിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയെപ്പറ്റി ഹദീസുകളിൽ നിരവധി വന്നിട്ടുണ്ട്. എണ്ണമറ്റ കിതാബുകളുണ്ട് ഹദീസിൻ്റെതായ. ഓരോ കിതാബിലും കണക്കില്ലാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ അല്ലെങ്കിൽ ദിക്റിനെ പറ്റി വിശദമായി പറഞ്ഞിരിക്കുന്നു. ഇതേക്കുറിച്ച് വിശദമായി പറയുക എന്നത് ഒരാൾക്കും കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഹദീസിൻ്റെ കിതാബുകൾ എണ്ണമറ്റതാണ്. ഓരോ കിതാബിലും കണക്കില്ലാത്ത ഹദീസുകളുണ്ട്. ബുഖാരി ഷരീഫിൽ തന്നെ വളരെ വലിയ 30 ഭാഗങ്ങളും അബൂദാവൂദ് ഷരീഫിൽ 32 ഭാഗങ്ങളുമുണ്ട്. ഈ മുബാറക്കായ ദിക്റിനെ പറ്റി പറയാത്ത ഒരു ഹദീസ് കിതാബുകളുമില്ല. അതുകൊണ്ട് ഈ ഹദീസുകളെല്ലാം ക്രോഡീകരിച്ച് വിവരിക്കുന്നതിന് ആർക്കാണ് കഴിയുക? മാതൃകക്കായും പിന്തുടർന്നവർക്ക് പിന്തുടർന്ന് അമൽ ചെയ്യുന്നതിനായും ഒരായത്തും ഒരു ഹദീസും തന്നെ മതി. എന്നാൽ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കാത്തവന് നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിലെ ആയിരക്കണക്കിന് ഹദീസുകൾ എടുത്തു പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളവരെ പറ്റിയാണ് സൂറത്തുൽ മുനാഫിക്കൂനിൽ ഏടുകൾ ചുമക്കുന്ന കഴുത എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് പ്രയോജനം ചെയ്യില്ല. ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ഹദീസിലും ഖുർആനിലും പറയുന്ന സത്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല അന ഇൻദ വന്ന അബ്ദി ബി വ അന മഅഹു ഇദാ ദുക്കിറ ബി വ അന മഅഹു ഇദാ ദക്കറനി വഇൻ ദക്കറനി ഫി നഫ്സിഹി ദക്കർതുഹു ഫി നഫ്സിഹി വഇൻ ദക്കർനി ഫി മിൽഇൻ ദക്കർതുഹു ഫി മിൽഇൻ ഖൈരി മിൻഹു വഇൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅ വഇൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅൻ വഇൻ അതാനി യംഷി അതൈതുഹു ഹർവലത്
അള്ളാഹു പറയുന്നതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ അടിമ എന്നെപ്പറ്റി വിചാരിക്കുന്ന എന്താണോ അപ്രകാരം തന്നെയാണ് ഞാൻ അവനോട് പെരുമാറുക. അവൻ എന്നെപ്പറ്റി ഓർമ്മിക്കുമ്പോഴെല്ലാം ഞാൻ അവനോട് കൂടി ആയിരിക്കുന്നതാണ്. അങ്ങനെ അവൻ എന്നെ അവൻ്റെ മനസ്സിൽ ഓർമ്മിക്കുകയാണെങ്കിൽ ഞാനും അവനെ എൻ്റെ മനസ്സിൽ ഓർമ്മിക്കും. ഇനി അവൻ ഒരു സംഘത്തിൽ വെച്ച് എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ആ സംഘത്തേക്കാൾ ശ്രേഷ്ഠരായ മലക്കുകളുടെ സംഘത്തിൽ വെച്ച് ഞാൻ അവനെ പറ്റി പറയുന്നതാണ്. അവൻ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കുന്നതാണ്. അവൻ എന്നിലേക്ക് ഒരു മുഴം അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറ് അടുക്കുന്നതാണ്. അവൻ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുന്നതാണ്. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിൻ്റെ വിവരണം എന്ന് വെച്ചാൽ ഇതിൽ പല വിഷയങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തേത്, തൻ്റെ അടിമയോട് അവൻ്റെ വിചാരം പോലെ അള്ളാഹു പെരുമാറുന്നു എന്നതാണ്. ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹു തആലയുടെ കാരുണ്യത്തിലും ഔദാര്യത്തിലും മഗ്ഫിറത്തിലും ആശിച്ചു കൊണ്ടിരിക്കണമെന്നും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും നിരാശപ്പെടാതിരിക്കണമെന്നുമാണ്. തീർച്ചയായും നാം പാപത്തിൽ മുഴുകിയവരും കുറ്റക്കാരും തെറ്റുകാരുമാണ്. നമ്മുടെ തെറ്റുകൾക്ക് പകരം അള്ളാഹുവിങ്കിൽ നിന്ന് ശിക്ഷ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും നിരാശപ്പെടാതിരിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല അവൻ്റെ കരുണയും ഔദാര്യവും കൊണ്ട് പാടെ മാപ്പ് ചെയ്യുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് കാണാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്ന പാപം ഒഴികെ അള്ളാഹു മറ്റെല്ലാ പാപങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അതേസമയം അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ് സൂറത്തു നിസായിൻ്റെ ഈ 48-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ പുറത്തു കൊടുക്കുക തന്നെ വേണമെന്ന് നിർബന്ധവുമില്ല. ഇതേ കാരണത്താൽ ഈമാൻ ആഗ്രഹത്തിൻ്റെയും ഭയത്തിൻ്റെയും ഇടയിലാണ് എന്ന് ഉലമാക്കൾ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായിരുന്ന ഒരു യുവ സഹാബിയുടെ അടുക്കൽ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തവസ്ഥയിലാണ്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിക്കുകയും എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങളും, അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും ഒരു അടിമയുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു തആല അവൻ പ്രതീക്ഷിക്കുന്നത് നൽകുകയും അവൻ ഭയപ്പെടുന്നതിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യുന്നതാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ വരുന്നു, ഒരു സത്യവിശ്വാസി തൻ്റെ തെറ്റുകളെക്കുറിച്ച് താൻ ഒരു മലയുടെ കീഴിലായിരിക്കുകയും ആ മല തൻ്റെ മേൽ വീഴാൻ പോകുന്നത് പോലെയും കണക്കാക്കുന്നു. എന്നാൽ പാപിയായ ഒരു മനുഷ്യൻ തൻ്റെ പാപത്തെക്കുറിച്ച് തൻ്റെ മേലൊരു ഈച്ച വന്നിരിക്കുകയും താൻ അതിനെ ആട്ടിവിടുകയും ചെയ്ത പോലെ കണക്കാക്കുന്നു. അതായത് അതൊരു കാര്യമായി പോലും അയാൾ വിലയിരുത്തുന്നില്ല എന്നർത്ഥം. ഇതിൻ്റെ ഉദ്ദേശം പാപത്തെ പറ്റിയുള്ള ഭയം അതിനനുസരിച്ച രീതിയിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലുള്ള ആഗ്രഹം അതിനനുയോജിച്ച നിലയിലും ആയിരിക്കണമെന്നാണ്. ഹദ്റത്ത് മുആദ് റളിയല്ലാഹു അൻഹു പ്ലേഗ് ബാധിച്ച് ഷഹീദാവുകയുണ്ടായി. മരണം അടുത്തു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പല പ്രാവശ്യം ബോധക്കേടുണ്ടായിക്കൊണ്ടിരുന്നു. ബോധം തെളിയുന്ന സമയത്തെല്ലാം, അള്ളാഹുവേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നുള്ളത് നിനക്കറിയാമല്ലോ, നിന്റെ പ്രതാപത്തിൽ സത്യം, നിനക്ക് ഇക്കാര്യം അറിയാം എന്നിപ്രകാരം പറയുമായിരുന്നു. മരണസമയം ഏറ്റവും അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മരണമേ, നിന്റെ വരവ് അനുഗ്രഹീതമാണ്. എത്ര നല്ല അനുഗ്രഹീതമായ അതിഥിയാണ് വന്നിരിക്കുന്നത്.
പക്ഷേ ദരിദ്രാവസ്ഥയിലാണല്ലോ ഈ അതിഥി വന്നിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ എപ്പോഴും നിന്നെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്റെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നവനാണ്. അല്ലാഹുവേ, ജീവിതത്തോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ തോടുകൾ കുഴിക്കുവാനും തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുവാനും വേണ്ടിയല്ലായിരുന്നു. എന്നാൽ ആ ആഗ്രഹം ചൂടുകാലത്തെ ദാഹത്തിൻ്റെ കാഠിന്യം സഹിക്കുന്നതിനും ദീനിനു വേണ്ടി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതിനും ദിക്റിൻ്റെ മജ്ലിസുകളിൽ ഉലമാക്കളോടൊപ്പം ഉറച്ചിരിക്കുന്നതിനും വേണ്ടിയായിരുന്നു. ഇത് തഹ്ദീബുൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത്. ചില പണ്ഡിതന്മാർ എഴുതുന്നു, മേൽപ്പറഞ്ഞ ഹദീസിൽ ഒരുവന്റെ വിചാരത്തിന് അനുസൃതമായ പെരുമാറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് പൊതുവേയുള്ള അവസ്ഥകൾ പരിഗണിച്ചാണ്. അള്ളാഹു പാപം പുറത്തു കൊടുക്കുന്നതിനെ സംബന്ധിച്ചല്ല. ദുആ, രോഗം മാറിക്കിട്ടുക, ക്ഷേമം, സമാധാനം, സന്തോഷം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഉദാഹരണമായി ദുആയെ സംബന്ധിച്ച് തന്നെ മനസ്സിലാക്കുക. ഇതിൻ്റെ ഉദ്ദേശം, ഒരു ദാസൻ എൻ്റെ ദുആ കബൂലാകുന്നുണ്ട്, തീർച്ചയായും കബൂലാവുകയും ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ദുആ അല്ലാഹു കബൂലാക്കുന്നതും എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന സംശയത്തോടെയാണെങ്കിൽ അപ്രകാരം തന്നെയുള്ള പെരുമാറ്റം അല്ലാഹുവിൽ നിന്ന് അവന് തിരിച്ചുണ്ടാകുന്നു എന്നതുമാണ്. കാരണം വേറെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ദാസൻ എൻ്റെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് പറയാൻ തുടങ്ങുന്നത് വരെയും അവൻ്റെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. സൗഖ്യം, സമ്പന്നത, സന്തോഷം മുതലായ എല്ലാ കാര്യങ്ങളുടെ അവസ്ഥയും ഇതേ രീതിയിൽ തന്നെയാണ്. മറ്റൊരു ഹദീസിൽ വരുന്നു, ആർക്കെങ്കിലും ദാരിദ്ര്യമുണ്ടായാൽ അവൻ ജനങ്ങളോട് പറഞ്ഞു നടക്കുകയാണെങ്കിൽ ഒരിക്കലും അവന് സമ്പന്നതയുണ്ടാകുന്നതല്ല. എന്നാൽ അവൻ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ ആ അവസ്ഥ നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ അല്ലാഹു തആലയിൽ നിന്നും ശുഭപ്രതീക്ഷ വേണമെന്നുള്ളത് അത്യാവശ്യമാണ്. അള്ളാഹുവിലുള്ള ശുഭപ്രതീക്ഷ ഒന്നാണെങ്കിൽ അള്ളാഹുവിലുള്ള അഹന്ത മറ്റൊന്നാണ്. പരിശുദ്ധ ഖുർആനിൽ പല രീതിയിൽ ഇതിനെക്കുറിച്ച് ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗുറൂർ, വഞ്ചകൻ നിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. സൂറത്തുൽ ലുഖ്മാൻ 33. അതായത്, നിങ്ങൾ പാപം ചെയ്തു കൊള്ളുക, അള്ളാഹു പുറത്തു തരുന്നവനും കരുണയുള്ളവനുമാണ് എന്ന് ശൈത്വാൻ നിങ്ങളെ തോന്നിപ്പിക്കാതിരിക്കട്ടെ. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, അവൻ അദൃശ്യമായതിനെ അറിഞ്ഞുവോ, അഥവാ അവൻ അല്ലാഹു തആലയോട് വല്ല കരാറും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെയില്ല. സൂറത്ത് മറിയം 78. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും, നമുക്ക് നല്ലതേ വരുത്തൂ എന്ന പ്രതീക്ഷയും, ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കും, എൻ്റെ ദാരിദ്ര്യം മാറ്റിത്തരും, എൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും നീങ്ങും എന്ന പ്രതീക്ഷ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്തു പോയ തെറ്റുകളിൽ അള്ളാഹു എന്നെ ഏത് രൂപത്തിൽ ശിക്ഷിക്കും, അതെനിക്ക് താങ്ങാൻ പറ്റുമോ എന്ന ഭയപ്പാടും മനുഷ്യ മനസ്സിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ഇടയിലായിരിക്കണം വിശ്വാസിയുടെ ജീവിതം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.